അതെ, അവളുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയോ? ധൈര്യമായിട്ട് കൊടുത്തു വിട്ടോളൂ. ഈ സ്ഥലം അവൾക്കറിയാം. എത്രയായി? 25. कौन है? वही लड़की तो चाइनीज लड़की है। अच्छा, उसने रेंट पे नहीं किया हो ना, उसका पर्स भी चोरी हो गया था उस दिन। नहीं, चोरी नहीं हुआ था, वो पुलिस हाँ, वाले की वजह से पुलिस के छोड़ दिया था पास। उसने। हाँ, What? वाह, रोने लग गई। No cry. कहाँ लेके? चाइनीज मेडिकल सेंटर। कहाँ लेके? अरे वहीं लेकर चला गया उसे। अच्छा, ये तो उसके गांव की है ना ये लड़की? സ്ഥലം മായയുടെ അച്ഛൻ ബാലൻ മാഷ് വലത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് റഷ്യയോടായിരിക്കും കമ്മ്യൂണിസ്റ്റ്. പുരാതന കാലം മുതൽ ചൈനയും കേരളവുമായിട്ട് ബന്ധമുണ്ടല്ലോ. ചീനച്ചട്ടി, ചീനവല. അത് ആ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു. ഒരു പ്രശ്നവും जो कि जानता भी नहीं है उसको, फिर भी रिस्पॉन्सिबिलिटी लेने के लिए तैयार है, रेंट देने के लिए तैयार हो रखा उसका। വേറെ ആരും ഇല്ല ഇവൾക്ക്. चाइनीज में ही बात करी ना उससे. अब समझो उसने पहली बार ये क्या बोलना चाहता है। सी उसके थैंक यू. दोस्त ने तो उठ पटांगे बताया था उसे। थैंक यू बोल दी. उसका हाथ ऐसे का ऐसे ही है. शॉक हो गया वो. उसका हाथ वैसे का वैसे ही, उसको नीचे थोड़ी कर रहा हो. നിങ്ങൾക്ക് കാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതല്ലേ മനുഷ്യ? മരുഭൂമി കൈ എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? നെഞ്ചുവേദന. उसके छाती में दर्द हो रहा है. Different type of pain. സുഖമുള്ളൊരു നെഞ്ചുവേദന. സഖാവേ, തിരശീല തിരി ഒന്ന് നീക്കിയേ. ആകാശത്തിന്റെ ചെറിയ കഷണമെങ്കിലും ഒന്ന് കാണാം. सपने में भी उसे वो देख रहा सपना देखने लग गया। चाइनीज ड्रेस में. वही दोनों है वो, पहचानने में नहीं आ रहे. बट अपोज कितने अच्छे लग रहे हैं. कैसे इमेजिन कर रहा है उसका. सपने देख रहा है। गाँव जा रखा उसके साथ. अरे रे गिर गए गिर गए गिर गए. पूछ मेरे क्या हुआ. इसका कॉल आया. अच्छा, माया को कॉल. ഹലോ മായ. ആ മുകുന്ദേട്ടാ, സീരിയസ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ ചൈനീസ് അകാവൊന്നും ओ वो भी गिर गई शायद. വീണത്. ഇത് ഇന്നലെയാ. ഓ, രാവിലെ നോക്കിയപ്പോ കുറച്ച് നീര് കണ്ടു. उसके हाथ में चोट ഡോക്ടറെ लगी है। കാണിച്ചിട്ട് വഴി
മുകുന്ദേട്ടനെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഒരു കാര്യം ചെയ്യൂ, അവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. नहीं जाएगा. डिवोर्स यार. എന്തു പറ്റി മൂന്നേട്ടാ? ഭയങ്കര ഒരു ആക്സിഡന്റ് വന്നിട്ട് പറയാം. कंगी ആ, ദാ ഇടെ. आ गया वही. മോർണിംഗ് ഫോൾ. നല്ല വേദന ഉണ്ടോ എന്ന് ചോദിക്കുമായേ. ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇത്ര ബന്ധം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്ത് സ്വപ്നം? അത് ഞാൻ പോയി കുറച്ച് ആപ്പിൾ ഓറഞ്ചോ കൊണ്ടുവരാം. അയ്യോ ഒന്നും വേണ്ട, Fruits वगैरह. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് മുകുന്ദേട്ടൻ വാങ്ങിച്ചെന്നത് പറയാം. അതായാലും ജീരകൂടം വളരെ നല്ലതാണ് ഒടിവിനും ചതവിനും. അതല്ല ഞാൻ ചോദിച്ചത്. വരണ്ടാന്ന് പറഞ്ഞിട്ടും ഓടിക്കതച്ച് വന്നത്. ഞാൻ ആപ്പിൾ വാങ്ങിയിട്ട് വരട്ടെ. ആപ്പിൾ അവിടെ നിക്കട്ടെ, ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറ. മുകുന്ദേട്ടന്റെ ഉള്ളിലിരിപ്പ് ഞാൻ ഇവളോട് പറയാൻ പോണേ. അത് പിന്നെ അത് പറയാനുള്ള ചൈനീസ് ഭാഷ മായ എനിക്ക് പഠിപ്പിച്ചെന്നാ മതി. എനിക്ക് ജോലിക്ക് इसको क्या हुआ? इसकी बैठा है. നമ്പ്യ സാറേ, സിദ്ധാർത്ഥൻ വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ. बिना कोट के कहीं नहीं जाता हूँ. जो कोट को पहन के रखते हैं. അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? पहली बार बिना कोट के दिख रहा है. पहली बार देखा होगा उसको. സിബീഷേ, കൂട്ടത്തിൽ ഇത്തിരി നിറകുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. क्या करेंगे वैसे? पर्ची क्यों डाल दो उसमें? ആരാണോ ഭാഗ്യവാൻ? लॉटरी टाइप की सो है ना. ആർക്കാ? ओह उसका नाम आया उसमें, वो जीत गया. हाँ वैसे जरूरत तो उसी को थी, पर क्या देंगे उसमें? पैसे. കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശ पैसे ही പോയി. शायद. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ अच्छा एक हफ्ते में पैसे मिल जाएंगे उसको. അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോണില്ലാതെ പോയി അവിടെ പിണകണ്ട. वही लड़की आ गई. हाँ ये तो वही है. यहाँ की लड़की है. मुकुंदन बोलते भी कैसे? मुकुंदन. ऐसे ही ढूंढ रही. मुकुंदन. Yeah, man. This cleaning, Mundan, cleaning, water, somebody. कैसे इंग्लिश बोल रहा है? मुकुंदन ഓ എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പറച്ചോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? क्या समझाएगा उसको? അല്ലാ, രക്ഷപ്പെട്ടു. ഓ वो तो वहीं बैठ गई. उसको वेट करेगी शायद. अच्छा ये तो दोस्त है ना मुकुंदन का. മുകുന്ദൻ ഈസ് हाँ सभी मुकुंदन को ढूंढ रहे हैं. ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ. അവൻ വരാം.回去，可是我没有机票钱，过来看看木空蛋。കരിമക്ക ഫോൺ എടുത്ത് മുന്തട്ടൊന്ന് വിളിച്ചേ. वहाँ सफाई करने पे लगा है. अच्छा आज उसकी लॉटरी के पैसे आ गए. ജബലലി വരെ പോകാൻ വേണം. മുന്തട്ടൻ ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. കരിമക്ക ഉണ്ട് ഇവിടെ. അവന്റെ ഏതാ उसको भी पता है कैसे है. അതെ, അവളുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയോ? ധൈര്യമായിട്ട് കൊടുത്തു വിട്ടോളൂ. ഈ സ്ഥലം അവൾക്കറിയാം. उसको क्यों बोल रहा है पैसे देने के लिए? अभी तो उसको अच्छे से जानता भी नहीं है वो. हाँ. ഇവളുടെ കയ്യിൽ കൊടുത്തയക്കാനാ പറഞ്ഞത്. इसे तो पैसों की जरूरत भी है. कहीं उसके पैसे लेके भाग नहीं जाए. डायराम 10 लाख है ना. 10 लाख. മൂന്നൻ വെയിറ്റിംഗ് ഫോർ യു. ഗിവ് ദിസ് ക്യാഷ് ടു ഹിം. 什么？你知道什么？苏大家对吧？嗯，是的。
先左转。 കരിമുക നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈയും 2 പൊറോട്ടയും എടുത്തേ. അല്ല അത്യാവശ്യം ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തൻ എന്റെ പാചകം നല്ലതാണെന്ന് പറഞ്ഞത്. നിന്നെ ഇന്ന് തീറ്റിപ്പിച്ച് കൊല്ലും. कैसे हो रहा 2x के सी पे तेरा बॉडी स्प्रे क्रीम कितना परफ्यूम डालेगा माउथ फ्रेशनर कितना कुछ हो रहा कहीं भाग तो नहीं गए पैसे लेके? ആ മുകുന്ദനാ, ആ പെണ്ണ് ഇതുവരെയായിട്ട് അവിടെ എത്തിയിരുന്നു. ओ वो पहुंच नहीं वहाँ എത്തിയിട്ടില്ലേ? वही तो कह रहा हूँ। उसे पैसों की जरूरत भी थी ना, तो मुझे लग रहा है वो कहीं पैसे लेके भागने गई हो। വീട്ടിലേക്ക് പോയി. അതെ ഫ്ലൈറ്റ് वो भी घर चली हाँ वो गई। तो घर चलेगी മണിക്കൂറായി കാണും. എന്താ പ്രശ്നം? ചതിച്ചു. മുകുന്ദേട്ടന് इसका भरोसा नहीं करना चाहिए था उस पे हाँ। അപ്പൊ ഞാൻ അതനുസരിച്ചു. ആ സമയത്ത് സാക്ഷിയായിട്ട് കരിമൊക്കെ किसी ने कहा था ना उसे देने के लिए, गलती से की है। പെട്ടെന്ന് എന്റെ കയ്യിൽ എടുക്കാൻ കാശൊന്നും ഇല്ലായിരുന്നു. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വിളിച്ചപ്പോ കാശ് ശരിയായി. നാട്ടിൽ അവളും ഡ്യൂപ്ലിക്കേറ്റാ. 1.25 രൂപയുടെ വെറും ഡ്യൂപ്ലിക്കേറ്റ്. इसको क्या हुआ ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? तबीयत खराब है सर उनकी। എന്ത് പറ്റി? ആകെ തളർന്നു പോയി. ഇന്ന് രാവിലെ ബിൽഡിംഗ് ഓണർ അറബി ओ एविक्शन नोटिस നോട്ടീസ് തന്നിക്കണ്. ആ സ്ഥലത്ത് വലിയൊരു പ്രോജക്റ്റ് अच्छा बड़ा कोई प्रोजेक्ट आएगा वहाँ इतने सारे लोग जुड़ रहे हैं उस कैफे से നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം. പറഞ്ഞു തുടങ്ങേണ്ടി വരും. ഇതിന്റെ ഇവിടെ ഒക്കെ മുസീബത്ത് में आ അവസാനം गए ഇങ്ങനെയൊക്കെ ആവണമെന്നായിരിക്കും പടച്ചവന്റെ തീരുമാനേ. ഇനിയിപ്പം വേറൊന്നും ആലോചിക്കാനില്ല. വേഗം സ്ഥലം കാലിയാക്കി കൊടുക്കുക. അബ്ദുള്ളൊക്കെ പോവാന്നറിയില്ലേ? മൂപ്പര് അന്വേഷിക്കുന്നുണ്ട്. अच्छा ये छोड़ने वाले ना वहाँ से छोड़ के जा रहे शायद लेकिन जाएंगे कहाँ यहाँ से സൂക്ഷിച്ചു വെച്ചോ. अच्छा घर जाएगा ഇവിടെ പോയി. इंडिया जा रहा है शायद। ഫ്ലൈറ്റിന് സമയമായി എന്ന് അവനെ അറിയില്ലേ? आ गया मुकुंदन इसका तो अलग ही दुख है വിചാരിക്കാത്ത बेचारा बता भी കാര്യങ്ങളാണ് नहीं सकता നടക്കുന്നില്ല. ഇനി എനിക്കാരുമില്ല. तो इमोशनल हो रहा है इन्होंने कितने इसकी हेल्प चले गए। इसके पास तो कुछ काम भी नहीं है करने के लिए क्या करेगा ജന്മനാടിന്റെ സ്വീകരണം നാളെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും ഞാൻ കൃഷ്ണവാര്യര്, കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജരാ. മന്ത്രി ये सब परेशान होगी क्यों आ रहा है? ഹലോ. चले गए उससे मिनिस्टर से ആ സഖാവിന് ഞാൻ എത്ര തിരികെ ചോദിച്ചു. ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കും? അധിക
ചെക്ക് എങ്ങനെയോ മിസ്. സെക്യൂരിറ്റി തന്ന ചെക്കിന്റെ നമ്പർ അവരുടെ കയ്യിലുണ്ടല്ലോ. രണ്ടും ഒന്നാണെന്നറിഞ്ഞാ പിന്നെ എന്താ ഒരു പോംവഴി? ഞാൻ സംസാരിക്കാനാണ്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 5 ദിവസമായതേ ഉള്ളൂ. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഒരു കാര്യം ചെയ്യാം. ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ആ കടത്തിലേക്ക് മുകുന്ദൻ അയച്ചു തന്ന തുക തിരിച്ചു തരാമെന്ന്. അടുവിടാൻ തന്നെ കാരണം ഈ പ്രശ്നത്തിലല്ലേ? താനൊന്ന് സംസാരിച്ചു നോക്കടോ. സഖാവ് സംസാരിക്കണം. ഞാനിത് സംസാരിച്ചാലേ എന്ന് വെച്ചാൽ സ്വന്തമായി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യുവാനേ. ഞാനിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളില്ല. നാളത്തെ സ്വീകരണത്തിന്റെ കാര്യം തന്നെ എന്നുവെച്ചല്ലേ നമുക്ക്. യുദ്ധത്തിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് നീചനും നികൃഷ്ടനുമായി ഈ നാറിയെ വെട്ടി നുറുക്കാത്തത്. സഖാവ് കർണൻ ഒരിക്കൽ കെണിയിൽ വീണ് ചെമ്മണ്ണൂരിനെ സഹാക്കൾ ആരും തന്നെ മന്ത്രി കർണൻ ഇന്നത്തെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അതൊന്നും ശരിയായ നടപടിയല്ല. പാർട്ടി മന്ത്രിയുടെ സ്വീകരണ യോഗത്തിന് പോവാതിരിക്കുന്നതൊന്നും ശരിയായ നടപടിയല്ല. തെറ്റിയതോൻ മന്ത്രിയായാലും തന്ത്രിയായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പാർട്ടി ശുദ്ധീകരിക്കപ്പെടൂ. ഇങ്ങനൊരു മന്ത്രി പാർട്ടിക്കും വേണ്ട, ചെമ്മണ്ണൂരിനും വേണ്ട. അത് സഖാവ് മാത്രം തീരുമാനിച്ച പോരല്ലോ. ഇത് അൻവറിന്റെ ഒരു കള്ളനായിട്ടാണ് അയാൾ മരിച്ചത്. ഒരു കാലത്ത് ഗോപാലനായിരുന്നു ഇവിടുത്തെ പാർട്ടി. അയാള് എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. അവരെ അർഹതയുള്ളവർ तो आपस में ही लड़ने लग गए। उस पे गुस्सा हो रहा सर। अच्छा उस पे हो इसी ने तो किया था सब गड़बड़। हाँ इसी ने तो फंसाया था। ഇതൊന്നും കഴിഞ്ഞോട്ടെ. सब उसी के साथ जा रहे रैली में। पांचों ही हैं साथ में. കരുണനെ കുറ്റക്കാരനാക്കാൻ എന്ത് തെളിവാണ് ഉള്ളത്? മാനേജർ വാര്യരുടെ മൊഴി തെളിവല്ലേ? പാർട്ടി തെളിവെടുപ്പെടുത്തുമ്പോ വാര്യർ കൂറും. മുകുന്ദനെ കുറിച്ച് ഓർക്കുമ്പോഴാ എന്റെ വിഷമം മുഴുവൻ. പല സുഹൃത്തുക്കളും ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതുവരെ ഒരു എത്തുമ്പടിയും കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കൾക്ക് നമ്മുടെ മുകുന്ദന്റെ കാര്യത്തിൽ നമ്മൾ ഞാൻ പറയുന്നത് മുകുന്ദനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം അൻവർ തന്നെ ഏറ്റെടുക്കണം എന്നാണ്. ഇനി അത് വൈകിക്കൂടാ. हेलो, किससे बात कर रही? देश चला गया उसे लेने. അൻവർ मुकुंदन को लेने. മനസ്സിലായി. വെറുതെ ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കാൻ. നാട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം കാണിക്കാൻ പറ്റൂ. ഇത് കേടുകൂടാതെ കുറെ കാലം ഇരിക്കുന്ന അമ്മ പറഞ്ഞത്. ഇല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് പിക്കപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ജോലി തേടി വന്നതല്ല ഞാൻ. ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. इसे पता नहीं रहा होगा. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു. എന്റെ ഏറ്റവും അടുത്ത ആള്. അല്ല, എന്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയായിരുന്നു. 3 വർഷം. ഇന്ന് കുറച്ചധികം പേഷ്യൻസ് ഉള്ള ദിവസാ. വൈകിട്ട് അബ്രയിൽ വരും. ശരി. अभी होगा वहाँ जो कहीं दूसरी गत में चला गया होगा. पर इसे तो पता ही होगा शायद. ഇത്രയും ആത്മാർത്ഥതയുള്ള ഒട്ടും കളങ്കമില്ലാത്തൊരു മലയാളി. അവള് പണവുമായി ചൈനയിലേക്ക് പോയെന്നറിഞ്ഞ് ഷോക്ക്ഡായി നിൽക്കുന്ന മുകുന്ദേട്ടന്റെ ഫാമിലിയാ. പണ്ട് നാട്ടിലെ കടം വീട്ടാൻ അയച്ചുകൊണ്ടിരുന്ന പണം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിരുന്നു. പക്ഷെ ഒരു മുകുന്ദേട്ടന്റെ പേരിൽ കാശ് അയക്കുന്നത് മറ്റാരോ ആണ്. അന്വേഷിച്ചെങ്കിലും എവിടെ എത്തിയില്ല.